ഹലോ, നമസ്കാരം. എല്ലാവർക്കും KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. തിരുവനന്തപുരത്ത് മകൻ അച്ഛനെ കുത്തിക്കൊന്ന വാർത്തകൾ മൊത്തം ഒന്ന് അതാണ്. ഇന്നല്ല, ഒരാഴ്ച ആയിട്ട് ഈ ഒരു സംഭവം തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, അതായത് ആദ്യമേ ഈ 5 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് മകൻ അച്ഛനെ കുത്തിക്കൊന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് മകന്റെ ജീവിതം താറുമാറാക്കി, സ്വന്തമായിട്ട് അവന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് കുത്തിക്കൊന്നു എന്നാണ് ന്യൂസുകളിൽ വന്ന വാർത്ത. ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നല്ല, ആള് ഇങ്ങനെ നമ്മുടെ ചൈനയിലെ MBBS പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പൊ പിന്നെ കൊറോണ വന്ന സമയത്ത് തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ അച്ഛൻ നിരന്തരമായി ഈ മുടക്കിയ കാശിന് പറഞ്ഞിട്ട് ആൾക്ക് സമാധാനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആളെ കുത്തിക്കൊന്നതെന്നായിരുന്നു ആളിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയപ്പോ പറഞ്ഞ കഥ. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ചൈനയിൽ MBBS വിദ്യാർത്ഥി ആയിരുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വുഹാനിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഈ കൊറോണയുടെ പ്രശ്നമൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് തിരിച്ചിങ്ങ് വന്നു. പിന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ല. കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ മാറി കഴിഞ്ഞതിന് ശേഷം ഇവര് ഫീസ് അടയ്ക്കേണ്ട ടൈമായി. അങ്ങനെ ഏജന്റിന് ഫീസ് അടയ്ക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഡയറക്റ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഏജന്റിന് ചെന്നിട്ട് ഏജന്റ് എറണാകുളത്ത് കണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ കൊണ്ടുപോയിട്ട് ഏജന്റിന് ഡയറക്റ്റ് ക്യാഷ് കൊടുത്തു. അപ്പോൾ അവരടച്ചോളാന്ന് പറഞ്ഞു. ഇവർ തിരിച്ചു വന്ന് അപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തെ എക്സാമിന്റെ ഡേറ്റ് ഒന്നും വന്നില്ല. അപ്പോൾ അങ്ങനെ അവർ ചെക്ക് ചെയ്തപ്പോഴാണ് അവർക്ക് ഫീസ് ചെന്നിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഏജന്റ് പറ്റിച്ചു എന്ന് മനസ്സിലായി. അങ്ങനെ അവരെന്ത് ചെയ്ത് കേസൊക്കെ കൊടുത്തു. ചേർന്നിട്ടാ കൊടുത്തത്. പക്ഷെ ഇതിന്റെ ഇടയിൽ സ്ഥിരമായിട്ട് അച്ഛൻ മകനെ നീ നല്ലോണം പഠിക്കുന്നില്ല, നീ കാരണം കുറെ കാശ് പോയി, അപ്പം അങ്ങനെ കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും ഇങ്ങോട്ട് കമ്പയർ ചെയ്തിട്ടും എല്ലാം ലൈഫ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ടോർച്ചർ ചെയ്ത് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇതിന്റെ ഇടയിൽ. അപ്പൊ പറയുന്നു ന്യൂസിൽ ആ സമയത്ത് 5 ദിവസം മുമ്പ് ന്യൂസ് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ജീവിതം നാശമാക്കി, അങ്ങനെ ഉള്ള എപ്പോഴും കുറ്റപ്പെടുത്തുന്നു എന്നൊരു റീസൺ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് കുത്തിക്കൊന്നു എന്നാണ് അന്ന് ന്യൂസ് 5 ദിവസം മുമ്പ് ന്യൂസ് ഇറങ്ങിയത്. അതെന്ന് പറഞ്ഞാൽ അമ്മ ഹാളി TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇവര് അച്ഛൻ സോഫയിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ദേഷ്യം വന്നിട്ട് എന്തോ സംസാരം ഉണ്ടായി കാണും. ഇരിക്കുന്ന സമയത്ത് സംസാരം വന്നതല്ല, അച്ഛൻ ഇങ്ങനെ ഉറങ്ങാനായിട്ട് ചുമ്മാ ഇങ്ങനെ വരാന്തയിൽ ഫുഡ് കഴിച്ചിട്ട് കിടക്കുമല്ലോ. അങ്ങനെ കിടന്ന് മോൻ തിരിച്ച് വീടിന്റെ ആള് മുകളിലാണ് താമസിക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിലാണ്. അങ്ങനെ ആള് കയറിപ്പോയി. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, റൂമിലെങ്ങാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം പെട്ടെന്ന് മോൻ താരെ ഇറങ്ങി വന്നിട്ട് കിടന്നുകൊണ്ടിരുന്ന അച്ഛന്റെ നെഞ്ചത്ത് കുത്തി. അപ്പൊ അത് കേട്ടിട്ട് അച്ഛൻ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ഇങ്ങനെ ഇറങ്ങി ഓടാനായിട്ട് പോയത് അടുക്കള വശത്ത് ആ ഡോറ് തുറക്കാൻ പോയപ്പോഴത്തേക്ക്, ഈ ഡോറ് തുറക്കാനായിട്ട്, അതായത് ആ ലോക്ക് എടുക്കാനായിട്ട് ആള് തുടങ്ങിയപ്പോഴത്തേക്ക് കയ്യില് രണ്ടാമത് കയ്യില് വെട്ടിയപ്പോ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഇത് അമ്മ ഈ സൗണ്ട് കേട്ടോണ്ട് വന്ന ആളിങ്ങനെ അലറി വിളിച്ചു. പക്ഷെ 9-10 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും റോഡിലൊന്നും അധികം ഉണ്ടായിരുന്നില്ലെന്നാ പറയണേ. അമ്മ അങ്ങനെ ഓടി ഇറങ്ങി റോഡിൽ നിന്ന് ആളെ വിളിക്കാൻ നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അങ്ങനെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാണുന്ന രംഗം അച്ഛൻ, അതായത് കിടക്കുന്ന അച്ഛന്റെ, അതായത് ഇങ്ങനെ വെട്ടുകൊണ്ട് കിടക്കുന്ന അച്ഛന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് തല അറുത്തുകൊണ്ടിരിക്കുന്ന മകനെയാണ് അമ്മ കാണുന്നത്. അങ്ങനെയാണ് സംഭവം. പക്ഷെ ഈ കൊന്നതിന് ശേഷം പുള്ളിക്കാരൻ തന്നെ ഷർട്ട് ഇടാതെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊന്ന ശേഷം 2-3 വെട്ടം ഇങ്ങനെ പൾസ് ഉണ്ടോ, അച്ഛൻ ഉറപ്പായിട്ട് മരണപ്പെട്ടു എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അമ്മ പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം ഡയറക്റ്റ് പുള്ളിക്കാരൻ തന്നെ പോയി കീഴടങ്ങി, പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. ഇവര് പോലീസിനെ വിളിച്ച്, നാട്ടുകാരെല്ലാം കൂടി പോലീസിനെ വിളിച്ച്, പോലീസ് ഇറങ്ങി വരുന്നതിന് മുമ്പേ ആളവിടെ കീഴടങ്ങിയായിരുന്നു. അപ്പോൾ വേണമെന്ന് വെച്ച് ചെയ്ത് ഉള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് 5 ദിവസം മുമ്പ് ന്യൂസ് വന്നത്. അപ്പം ഞങ്ങളൊരു വീഡിയോ അത് ചെയ്യാനൊക്കെ ചെയ്തു. അപ്പോഴത്തെ ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ ഒന്നുകൂടി വന്നിട്ട് ഒന്നുകൂടി ചെയ്തിട്ട് ഇടാന്നുള്ള പ്ലാനായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടാണ് പല വാർത്തകളും വന്നത്. നമ്മൾ കേരളത്തിൽ ഇതിനു മുമ്പ് ദുർമന്ത്രവാദവും കാര്യങ്ങളെല്ലാം കേട്ടത്. ഈ ഇടയ്ക്ക് ഒരു കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്നത്, അപ്പൊ അതും ദുർമന്ത്രവാദത്തിന്റെ പേരിലൊക്കെ വന്ന് കുറെ വാർത്തയൊക്കെ വന്നു. ഈ ഇടയ്ക്കായിട്ട് കണ്ടിന്യൂസ് വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതും അങ്ങനെ ദുർമന്ത്രവാദമാണ്, ഇതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേ ആദ്യം എല്ലാവരും ഞെട്ടി. സത്യം പറഞ്ഞാൽ ഇന്ന് വാർത്തകളിൽ മൊത്തം അതായിരുന്നു അല്ലേ. അതും മറ്റുള്ള ദുർമന്ത്രവാദ ഈ കേസുകളെ പോലെ അല്ലായിരുന്നു ഇതിൽ ആ പിക്ചർ ആ പയ്യന്റെ റൂമിൽ വെച്ചിരിക്കുന്ന ദുർമന്ത്രവാദത്തിന് ആ ചെറുക്കൻ ചെയ്ത ഓരോരോ കാര്യങ്ങൾ സഹിതം ന്യൂസിലുണ്ടായിരുന്നു. ഫുൾ ആ ഒരു സ്തൂപം പോലെ ചെയ്തു വെച്ചേക്കുന്നത് ഒരു കണ്ടായിരുന്നോ? ഒരു തല പോലെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഒരു വല്ലാത്തൊരു രൂപം അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്.
അതേപോലെ സിഗരറ്റ്, നമ്മൾ ഈ ഡെവിളിന്റെ ഒക്കെ സിമ്പിൾ ആയിട്ടൊക്കെ കാണില്ല, അതേപോലെ ഫിലിമിലൊക്കെ കാണുന്ന ബ്ലാക്ക് മാജിക്കിന്റെ ഒരു കൂന സിഗരറ്റിന്റെ പാക്കറ്റുകൾ, മുടി ഹെയർ കട്ട് ചെയ്ത മുടി. അതെനിക്ക് മനസ്സിലായില്ല, എത്ര നാൾ ഇത്രയും കൂട്ടിയത്, എത്ര നാൾ വെട്ടിയ മുടിയാണ് അത്? ഇനി പല ബാർബർ ഷോപ്പിൽ നിന്ന് എടുത്തോണ്ട് അല്ലായിരിക്കും, ആള് വെട്ടിയതായിരിക്കും. ഒരു 1.5 വർഷത്തിന് മേലുള്ള മുടി ഉണ്ടെന്നാ പറയുന്നത്. പിന്നെ അതും പോരാണ് സൗന്ദര്യവർദ്ധന വസ്തുക്കൾ, അതിപ്പം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ ഫോണുകൾ ഉണ്ടായിരുന്നു, കുറെ ഹാർഡ് ഡിസ്കുകൾ ഉണ്ടായിരുന്നു, പിന്നെ കുറെ വരച്ചേക്കുന്നത്. ഈ ഒരു മനുഷ്യൻ തല പിടിച്ചു വെച്ച പിടിച്ചോണ്ടിരിക്കുന്നത്, മനുഷ്യന്റെ തല പിടിച്ചിട്ട് ചങ്ങലയിൽ ഇട്ടിട്ട് അതിങ്ങനെ കഴുത്തില് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ, അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ അച്ഛന്റെ തലയർത്തത് ഒരു സാമ്യം അതുമായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഈ ചെറുക്കൻ ഈ 2-3 മാസങ്ങളായിട്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കും. 6 വർഷമായിട്ട് ഇവരെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കും. അതായത് പയ്യൻ മേലത്തെ നിലയിലാണ്, ഫുൾ ആളെടുത്തിരിക്കുകയാണ്. അപ്പൊ ഒരു വീട്ടിലാണെങ്കിലും ഇവരുടെ ഒറ്റ മോനാണ്. ഇതിന് മുന്നേ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി പോയി, അത് കഴിഞ്ഞിട്ട് വന്നൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ വാത്സല്യമൊക്കെ കൂടുതലായിരുന്നു. അങ്ങനെ ഒരു 6 വർഷത്തോളമായി അവർ ഈ ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും സമാധാനം ഇല്ലാതിരിക്കുക, എന്താണ് ഈ മകൻ വല്ലതും ചെയ്യൂ എന്നുള്ള പേടിക്ക് ഇവർക്കുണ്ട്. പിന്നെ മേളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവര് പ്രശ്നം ഉണ്ടാക്കാം, മകൻ പ്രശ്നം ഉണ്ടാക്കാം. പിന്നെ പുറത്ത് പോകുമ്പോ തന്നെ ആളെ ലോക്ക് ചെയ്തിട്ട് എന്തൊക്കെയോ അതിൽ ഇങ്ങനെ ഒരു സിമ്പൽ വെച്ചിട്ട് പോകുന്ന പറയണം. അപ്പൊ അതൊന്നും മാറിക്കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കലും മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു, നല്ല ഇടിക്കുകയും ഉപദ്രവിക്കുകയും ഇഷ്ടംപോലെ ഉപദ്രവിക്കുന്നു. എന്നാൽ അവര് ഒറ്റ മോനാണ്, അപ്പൊ ആ ഒരു വാത്സല്യമൊക്കെ ഉണ്ടായിട്ട് അവരങ്ങ് സഹിച്ചിരുന്നതാ. അല്ല, നമ്മള് വിചാരിക്കും ആൾക്ക് ചൈനയിൽ പോയിട്ട് കിട്ടിയതായിരിക്കുന്നു, പക്ഷെ ചൈനയിൽ പോയിട്ട് കിട്ടിയതല്ല. അത് കഴിഞ്ഞിട്ട് ആള് നാട്ടിൽ വന്നിട്ട് കുറച്ചു കാലം എറണാകുളത്തല്ലേ, എറണാകുളത്ത് ഉണ്ടായിരുന്നു. അവിടെ സിനിമയുടെ ആക്ടിങ് പഠിക്കണം, ഇനിയിപ്പോ സിനിമയിൽ നായകനായിട്ട് പോകണം എന്നാണ് ആളുടെ താല്പര്യം എന്ന് പറഞ്ഞെന്നാണ് അമ്മ പറയുന്നത്. അപ്പം ഇതില് വേറെ ഗ്യാങ്ങുകളുണ്ട്. അവിടുന്ന് വന്നതിന് ശേഷമാണ് ആൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വരല്, എപ്പോഴും ആരോടും സംസാരിക്കാതെ ആവല്, അതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആ മേളത്തെ നില ഫുൾ ആരും ചെല്ലുന്നതും ഇഷ്ടമല്ല, ഈ അമ്മ അച്ഛൻ പോലും ഒന്നിനും അങ്ങോട്ട് കയറി ചെല്ലുന്നതും ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഈ കേരളത്തിൽ ഇതേപോലെയുള്ള സെറ്റപ്പുകൾ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇപ്പൊ രാത്രി. അല്ല, അത് നീ കേട്ടില്ലായിരുന്നു? രാത്രി ഈ ഡെവലിന്റെ ടൈപ്പ് പാട്ടുകൾ ഇടുക, എന്നിട്ട് അവിടെ എന്തൊക്കെയോ പുകയ്ക്കുക, അങ്ങനെയൊക്കെ ഭയങ്കരമായ കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് നന്ദൻകോട് കേസ് ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് നന്ദൻകോട് കേസുണ്ട്. സെക്രട്ടേറിയറ്റിനടുത്ത് ഉള്ള ഒരു വീട്ടില് അവിടെ അച്ഛനും അമ്മയും ഇതേപോലെ പയ്യനെ അമേരിക്കയിൽ അങ്ങോട്ട് അമേരിക്കയിലാന്ന് തോന്നുന്നു പഠിക്കാൻ പോയിട്ട് തിരിച്ച്, അവൻ ഡോക്ടറിന് തന്നെ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അതിനുശേഷം അവന് മാറ്റങ്ങളാണ്. അതിനൊക്കെ റൂമിൽ അടച്ചിരിക്കുക, എന്തൊക്കെയോ ഡാർക്ക് വെബ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആരുടെ മിണ്ടത്തില്ല, അങ്ങനെ ഒരു പ്രകൃതമായിട്ട് പെട്ടെന്നൊരു ദിവസം ഇവരുടെ അച്ഛനും അമ്മയും അങ്ങ് കൊന്നു. അവൻ പറയുന്നത് ആത്മാവ് വേർപിരിയുന്നത് കാണണം, എന്തോ ഒരു ഡാർക്ക് വെബും അതുമായിട്ട് ബന്ധപ്പെട്ട മാജിക്. എറണാകുളം പോയിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ ഇവിടെയൊക്കെ ഇപ്പൊ സുലഭമായി ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് എന്റെ അർത്ഥം. അപ്പൊ അത് കണ്ടുപിടിക്കണം. ഇതൊക്കെ എന്ന് പറയുന്നത് കൂടുതൽ നമ്മളെ യൂത്തിനെ ബാധിക്കുന്ന പലതായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അന്ധമായിട്ട് വിശ്വാസം വരുന്നത് ഈ രീതിയിലുള്ള അവസാനം അതിന്റെ എൻഡിങ് ഇതാണൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അല്ല, എല്ലാ മതങ്ങളും എല്ലാ റിച്വൽസും പറയുന്നത് എന്താന്ന് വെച്ചാൽ ദൈവവിശ്വാസം വേണം. കാരണം അത് മനുഷ്യർക്ക് ഇങ്ങനെ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം, ഒരു ഭയം, എന്തെങ്കിലും ഒന്നിനോടൊരു ഭയം വേണമല്ലോ. അതിപ്പം ഉണ്ടെന്നോ ഇല്ലെന്നോ എന്നൊന്നും എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മളിങ്ങനെ ഒരു മനുഷ്യർക്ക് എന്തിനോടെങ്കിലും ഒരു ഭയം വേണമല്ലോ എന്ന് കരുതിയിട്ട് പൂർവികർ ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കാണാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതൊക്കെ ഇപ്പോ നമുക്ക് തന്നെ വിനയായിട്ടുള്ള രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സമൂഹത്തിന്റെ ഒരു ചെറുക്കന്റെ റൂമിൽ, പയ്യന്റെ റൂമിൽ മൊത്തം അത് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പറയുന്നുണ്ട് ഏതോ 1-2 പേര് മരിച്ചു, ഇങ്ങനെ എന്തോ സ്വപ്നത്തിൽ കണ്ടത്. എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് അത് ഞാനുള്ള ശീശില്ലാത്ത ഞാൻ അധികം കേട്ടില്ല കേട്ടോ. ഏതാണ്ടൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ വന്നെന്നോ ആരോ 2 പേര് മരിക്കുന്നു, അവർ ഓടുന്നു, കരയുന്നതൊക്കെ കേട്ടു, ഇനിയും 2 പേര് ബാക്കിയുണ്ടെന്നൊക്കെ കൊല്ലാൻ പോകുന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടു. അപ്പൊ അവരുടെ വീട്ടുകാര് സ്വന്തം മോനല്ലേ, അവരങ്ങനെയല്ലേ എടുക്കത്തുള്ളൂ. അവര് വലുതായിട്ട് കാര്യമായിട്ട് എടുത്തില്ല, നന്നാവും മാറും എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇപ്പൊ പോലും ആ അമ്മയ്ക്ക് ആ മോനോടുള്ള ഒരു സ്നേഹം അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. കാരണം അമ്മ കരയുമ്പോഴാണെങ്കിലും ഈ 6 വർഷം സഹിച്ചിരുന്നതാണെങ്കിലും അതിപ്പോ അവരുടെ അച്ഛന്റെ ജീവൻ എടുത്തു എങ്കിൽ പോലും ആ അമ്മയ്ക്ക് ഇപ്പോഴും മോൻ സേഫ് ആവണം, മോൻ ജീവിതത്തിൽ വെളിയിൽ കാര്യങ്ങൾ വരായിരുന്നത്. ഇപ്പൊ പോലീസ് റൂം ചെക്ക് ചെയ്തപ്പോഴായിരിക്കും ഇതൊക്കെ കണ്ട് വെളിയിൽ വന്നത് സംഭവങ്ങൾ. ക്രൈം സീനൊക്കെ ചെക്ക് ചെയ്തപ്പോഴായിരിക്കും ഇത് വെളി വന്നത്. അതെ, ഇവരാരോടും പറഞ്ഞിട്ടില്ല. ഇപ്പം അവിടെ ഇവരുടെ ബന്ധുക്കളുടെ അടുത്ത് തന്നെ ഇഷ്ടപ്പെടും, അവർക്കാർക്കും ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്തിരുന്നതിനാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മളെ തലമുറ യൂത്ത്
തലമുറകൾ എന്തെങ്കിലും പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം കാണുമ്പോഴോ, അതായത് ഇത് പെട്ടെന്ന് റൂം അടച്ചൊക്കെ ഇരിക്കുക, ആരോടും മിണ്ടായിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരിക, രാത്രിയിൽ അങ്ങനെ മിണ്ടായിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ മാതാപിതാക്കൾ ചെക്ക് ചെയ്യുക, അത് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനിപ്പോൾ പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ അല്ലെങ്കിൽ നന്നാവും തനിയെ ശരിയാവും ആരുടെടുത്തും പറയാതെ പേടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് ഇരുന്നിരുന്നിരുന്ന് അവർക്ക് പലതും ഉള്ള പല തോന്നൽ ഇതേപോലെ തോന്നിക്കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ജീവൻ തന്നെയാണ് ഭീഷണി. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും മാതാപിതാക്കൾക്ക് മാത്രമല്ല. മാജിക്ക് മാത്രമല്ല, ഇതിപ്പോഴാണ് നമ്മൾ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഇങ്ങനെ കൂടോത്രം സംഭവങ്ങളൊക്കെ കേട്ട് വരുന്നത്. മുന്നേ മൊത്തവും ഈ മറ്റേ കഞ്ചാവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബോധമില്ലാതെ അച്ഛനും അമ്മ വെട്ടിക്കൊല്ലുക ഇങ്ങനെയായിരുന്നു കേട്ടോണ്ടിരുന്നത്. അതിന് വ്യത്യസ്തമാണ് കാര്യം. വലിയ രാജ്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ളതാ. അവിടെയും നമ്മളിവിടെ നാട്ടിൽ കിടക്കുന്ന അവിടെ വെട്ടിക്കൊന്നു, രാഷ്ട്രീയമായി കൊന്നു എന്ന രീതിയിൽ തന്നെയാണ് അവിടുത്തെ ന്യൂസ് വരുന്നത്. ബ്ലാക്ക് മാജിക്കിൽ ഓരോരുത്തർ കാണാതായി, ചെളിയിലൊക്കെ പൂഴ്ത്തി വെക്കുക, ജഡമൊക്കെ കണ്ടെത്തുക. അവിടെ ഇത് കണക്ക് തന്നെ ഇവിടെ നമ്മൾ രാഷ്ട്രീയ കൊലപാതകം പോലെ തന്നെയാണ് അവിടെ ഈ ബ്ലാക്ക് മാജിക്കിൽ ഓരോരുത്തരെ കൊന്നത് കണ്ടുപിടിക്കുന്നതും കൊലപ്പെടുന്നതൊക്കെ. അപ്പൊ അവിടുത്തെ ഒരു നമ്മുടെ ഇവിടുന്ന് പോകുന്ന പലരും അവിടുത്തെ കൾച്ചറും അവിടുത്തെ പല കാര്യങ്ങളും നോളജും എല്ലാം സ്റ്റൈലും എല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് അവരത് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളും അവർ അഡാപ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്ത് നോക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. ഇതേപോലെ ഇനി എത്ര ഗ്യാങ്ങുകളുണ്ടോ എന്തോന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഗ്യാങ്ങുകൾ ഉണ്ടായിരിക്കും, അതായിരിക്കും പയ്യൻ കൊച്ചിയിൽ എത്തിയിട്ട് അവിടുന്ന് ആയിരിക്കും ചിലപ്പോൾ ഇത് കിട്ടിയത്. അപ്പൊ ഇതേപോലുള്ള ഗ്യാങ്ങുകൾ കാണും. അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഇത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇതേപോലുള്ള പല സംഭവങ്ങളും ഉണ്ടാകും, പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പം ഇതേപോലെ പിള്ളേർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മാതാപിതാക്കളും ഉണ്ടായിരിക്കരുത്. പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ അധികൃതരെ അറിയിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാര്യം നിങ്ങൾക്കും ഭീഷണിയാണ്, അതേപോലെയുള്ള ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അയൽപ്പക്കക്കാർക്കോ എന്തെല്ലാം ഭീഷണിയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിലെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മാറ്റങ്ങൾ കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് നിന്നില്ലെങ്കിൽ ഈയിടയ്ക്ക് തന്നെ ഒരു അയൽപ്പക്കത്തുള്ള 2-3 പേരെ വെട്ടിക്കൊന്നില്ലേ. അത് അപ്പോഴേ അവർ പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് ഈ മയക്കുമരുന്നും കാര്യങ്ങളിലൊക്കെ പോകുന്നത് കാണുമ്പോഴേ പ്രോപ്പറായിട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും ഡീലിംഗ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു ജീവനൊക്കെ രക്ഷപ്പെട്ടാനെ. അല്ല, നമ്മുടെ ഒരു പരിധി കാരണം അങ്ങനെ നമുക്ക് തിരിച്ച് പറയാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നത് വരെ പോലീസുകാരാണെങ്കിൽ പോലും ഒന്നും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു മൈൻഡാ. പറ്റിക്കഴിഞ്ഞാൽ പറ്റുന്നുണ്ടല്ലോ. അതെ, അല്ല അന്നത്തെ തന്നെ ആ വെട്ടിയ സംഭവത്തിൽ പോലും ഇവര് കൊണ്ടുപോയി ഇപ്പൊ ഈ ഇടയ്ക്ക് എന്തോ ഒരു കേസ് നടന്നിരുന്നല്ലോ, കൊണ്ടുപോയി ഈ അയലത്തുകാര് കംപ്ലൈന്റ് കൊടുത്തിരുന്നതാണ്. ആള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പേടിയാണ് എന്നുള്ള രീതിയിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നിട്ട് എന്തായി? ഒന്നും ആയില്ല. ഇപ്പൊ ഈ അമ്മയുടെ കാര്യത്തിലും അമ്മ പറയുന്നത് അതാണ്. കാരണം ഇപ്പൊ ഇങ്ങനൊരു സംഭവം നടന്നതേ ഉള്ളൂ. ഇനിയിപ്പൊ ഈ മകൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനി എന്തു ചെയ്യും എന്നും അവർക്ക് അറിയില്ല എന്നുള്ളൊരു പേടി അവർക്കൊരു സ്റ്റാർട്ടിങ് മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റുമല്ലോ ഒരു മകന്റെ മാറ്റങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ അത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ അതിന് പ്രോപ്പറായിട്ട് ഇതെടുത്ത് തന്നെ അവർ കൂടുതൽ അതിന്റെ വ്യാപ്തിയിലേക്ക് ഇറങ്ങി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കാം. മനസ്സിലായോ? പ്രോപ്പർ കൗൺസിലിങ്ങോ അതിലൊരു ട്രീറ്റ്മെന്റോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണെങ്കിലും മാറ്റിയെടുക്കാം. അതല്ല നമ്മൾ ശ്രദ്ധിക്കായിരുന്നു ചെറിയ അവരെ മൈന്യൂട്ട് കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. മുമ്പ് കണക്കല്ല, ഇന്നത്തെ കാലത്ത് ശ്രദ്ധിച്ച് അതിനുള്ള ഇത് കണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കുക. പഴയ പോലെ ഒന്നുമല്ല. പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പെട്ടെന്ന് ഒന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ കേട്ടില്ല, ലവ് ഫെയിലർ ഉണ്ടായിക്കാൻ ഒന്നെങ്കിൽ തുന്നിച്ചാവുക അല്ലെങ്കിൽ പോയി കുത്തിക്കൊല്ലുക. ഇതാണ് നടക്കുന്നത്. ഓരോ ദിവസം ഓരോരോ കഥകളാണ് ഇറങ്ങുന്നത്. 5 ദിവസം മുമ്പ് വരെ ഇത് നോർമൽ എന്തോ ഒരു കാര്യം പറഞ്ഞ് കുത്തിക്കൊന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ എല്ലാവർക്കും അപ്പോഴും അത്ഭുതമാണ്. കാര്യം പയ്യൻ ലഹരിക്ക് അടിമയല്ല, ഒന്നുമല്ല. അപ്പം അവന്റെ ലൈഫ് ഇങ്ങനെ ആയെന്നും പറഞ്ഞൊരു അങ്ങനെയൊക്കെ അച്ഛനെ കുത്തിക്കൊല്ലുവോ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. അപ്പോൾ അവരുടെ മാനസിക ഒരു ഇതായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അത് ഇപ്പൊ ഈ 5 ദിവസത്തെങ്കിലും ഇപ്പുറം ഡാർക്ക് മാജിക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്നുണ്ടില്ലേ. അപ്പൊ അതേപോലെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വ്യത്യാസം കാണുവാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നടപടികൾ എടുക്കുക. അപ്പോൾ ഇനി എന്ത് പറയാനുള്ള അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത ടോപ്പിക് ആയിട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് കിട്ടുകയാണെങ്കിൽ അതായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചെയ്ത സപ്പോർട്ടിന് എല്ലാത്തിനും നന്ദിയുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ വരെ കാണാം. ബൈ.